നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ ന്യായമാണോ അതോ അന്യായമാണോ എന്നാണ്. നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വിധി ഒരിക്കലും ഒരു ജുഡീഷ്യൽ കറക്റ്റ്നസ് ഉള്ള വിധിയല്ല, മറിച്ച് ഒരു ഇമോഷണൽ കറക്റ്റ്നസ് ഉള്ള വിധിയാണ്. ജുഡീഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വിധി ഒരിക്കലും ഗ്രീഷ്മയ്ക്ക് ചേരുന്നതല്ല. കാരണം ഇത് റെയറസ്റ്റ് ഓഫ് കേസ് എന്ന രീതിയിൽ പെടുന്ന കേസല്ല. പക്ഷെ അത് ഇമോഷണൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ശരിയാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഷാരോണിനെതിരെ യാതൊരു വിധത്തിലുള്ള ഗ്രീഷ്മയ്ക്കെതിരെ യാതൊരു രീതിയിലുള്ള അബ്യൂസോ അതുപോലെ അവർക്കെതിരെ യാതൊരു രീതിയിലുള്ള കോൺസ്പിറസി തിയറികളോ യാതൊരു വിധത്തിലുള്ള അറ്റാക്കുകളോ ഒന്നും നേരിട്ടിട്ടില്ല. മറിച്ച് ഗ്രീഷ്മ അവനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഷാരോൺ വളരെ വേദന സഹിച്ചാണ് ഈ കേസിൽ മരിച്ചത്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം അഴുകി പോയത് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു പക്ഷേ ജഡ്ജിക്ക് വളരെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കാം. അതുകൊണ്ടൊക്കെയാണ് ഇതൊരു ഇമോഷണലി കറക്റ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ കാരണം. പക്ഷേ ഇത് ജുഡീഷ്യസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള വിധിയല്ല. കാരണം ഇത് റെയറസ്റ്റ് കേസ് അല്ല. പിന്നെ ഇത് അവരുടെ പ്രായം പ്രായം വളരെ കുറവാണ്. ഒരു 23-24 വയസ്സേ ഉള്ളൂ. കാരണം ഇന്ത്യ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്രിബ്യൂട്ടീവ് തിയറി അല്ല, മറിച്ച് റീഫോർമേറ്റീവ് തിയറിയാണ്. കാരണം ഒരാൾക്ക് പുതിയതായി മാറി വരാനുള്ള റീഫോർമേഷനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഇതൊരു അവളെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ആളുകളെ അവർ കൊല്ലുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം കണ്ടിന്യൂവേഷൻ ഓഫ് ക്രൈം ഒന്നും നടത്തുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ജുഡീഷ്യസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിധിയല്ല. പിന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ജീവപര്യന്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ പ്രതിപാദിച്ചിരുന്നു. ജീവപര്യന്തം കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 വർഷത്തിനുള്ള അവർ പുറത്തിറങ്ങും. കാരണം ഈ പൊതു അവധിയും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്ക് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ ജയിലിൽ ഭയങ്കര സൗകര്യങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഉള്ളൊരു കേസാണ് കാരണവർ വധക്കേസിലെ ഷെറിൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ ശിക്ഷ. അവർക്ക് ജീവപര്യന്തമാണ് കിട്ടിയത്. അവർ ജയിലിൽ കിടന്നേക്കാളും കൂടുതൽ സമയം ഏതാണ്ട് ഊട്ടിയിലെയും കൊടൈക്കനാലിലെയും ഒക്കെ റിസോർട്ടുകളിലാണ് താമസിച്ചതെന്നാണ് പറഞ്ഞത്. കാരണം ഈ ജയിലിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരല്ല ഇവരെ പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയോ ചെയ്തു. അവർക്കൊരു ജയിൽ ശിക്ഷയുടെ ഒരു കാഠിന്യം ഒരിക്കലും അനുഭവിക്കപ്പെടാൻ പറ്റില്ല. കാരണം ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും പറ്റുള്ളൂ. ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ പോലും ജയിലിൽ പോയി കിടന്നിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ജയിലിൽ അത്ര ഭീകരമായ അന്തരീക്ഷമൊന്നും അല്ല. കാരണം അവർക്കതൊരു എൻജോയ്മെന്റ് ആണ്. ഇപ്പോൾ ഗ്രീഷ്മ തന്നെ സബ് ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് നല്ല മെഴുത്ത് കൊഴുത്തു. ഇനി സെൻട്രൽ ജയിലിൽ പോയി കിടന്നാൽ അങ്ങ് തുടുക്കും, ചുമന്ന് തുടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ജഡ്ജിക്ക് അറിയാം. അതുകൊണ്ടൊക്കെയാണ് വധശിക്ഷ കൊടുത്തത്. വധശിക്ഷ കൊടുത്താൽ അവർക്ക് മിക്കവാറും അവരെ കൺസിഡർ ചെയ്യുന്ന അവരുടെ കേസിന് പരിഗണിക്കുന്ന എല്ലാം വധശിക്ഷ കിട്ടിയ ഒരു പ്രതി എന്നുള്ള രീതിയിലും വളരെ സീരിയസ് ഒഫൻസ് എന്നുള്ള രീതിയിലൊക്കെയാണ്. മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 1-2 ജീവപര്യന്തം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു സിമ്പിൾ കേസാണെന്ന് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ തോന്നത്തില്ല. കാരണം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കാമുകനെ കാമുകി കൊന്നു എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് അവർക്ക് ജീവപര്യന്തം ഇളവാക്കി കൊടുക്കും. അങ്ങനെ 10 വർഷം ഒരു 7 വർഷമായപ്പോൾ സുപ്രീം കോടതി ചെല്ലുമ്പോഴേക്കും അങ്ങനെ അവർക്ക് നിസ്സാരമായിട്ട് പുറത്തിറങ്ങി പോരാം. ഇത് അങ്ങനെ പോരരുതെന്ന് ജഡ്ജി മനസ്സിലാക്കിയത് കൊണ്ടാണ്. പിന്നെ പ്രോസിക്യൂഷൻ ഡിഫൻസിന് ഒരു രീതിയിലും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഷാരോൺ എന്തെങ്കിലും രീതിയിൽ അവരോട് മോശമായി പെരുമാറിയെന്നോ അവരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെന്നോ അതൊന്നും ഡിഫൻസിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രീഷ്മയുടെ പാവം വക്കീലിന് അതൊന്നും പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ഒരിക്കലും ന്യായീകരിക്കാനും പറ്റത്തില്ല. യാതൊരു രീതിയിലുള്ള ന്യായീകരണങ്ങളും ഡിഫൻസിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു വിധി വരാനുള്ള സാധാരണ. കാരണം ഒരു രീതിയിൽ അത് എക്സ്ക്യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരാനുണ്ടായത്. ഇത്രയും ഇങ്ങനെ ഒരു വിധി കിട്ടാനുള്ള കാരണം. ഇത് ശരിക്കും ഒരു ഇമോഷണലി കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജുഡീഷ്യസ് ആയിട്ട് ഈ വിധി ഒരിക്കലും കറക്റ്റ് അല്ല.